ഹലോ ഗെയ്സ്, നമ്മളിന്ന് അക്കൗണ്ടിങ് ബേസിക്സിൻ്റെ പാർട്ട് 3 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങിനെയും ഡെഫിനിഷനെയും കുറിച്ച് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായി പറഞ്ഞിരുന്നു. ആ ഡെഫിനിഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിലും ഉൾപ്പെട്ടിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, financial transaction or event, analysis, interpretation and communication. First one, recording. This is the basic function of accounting. It is done through the book of journal. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഫംഗ്ഷനായ റെക്കോർഡിങ്ങിൽ ബിസിനസ്സിലെ മോണിറ്ററി ട്രാൻസാക്ഷനെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ജേണൽ എന്ന ബുക്കിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിസിനസ്സിലേക്ക് വേണ്ടി ഒരു 1000 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ നമ്മളൊരു പ്രത്യേക ഫോർമാറ്റിൽ നമ്മൾ റെക്കോർഡിംഗ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ബുക്കിലും, സെയിൽസ് ആണ് നടക്കുന്നതെങ്കിൽ സെയിൽസ് ബുക്കിലും, അതുപോലെ ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് നടക്കണമെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ബുക്കിലുമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാം. The second function is classifying. This is the systematic analysis of recorded data. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത ഡേറ്റയെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് ഓരോ കാറ്റഗറിയിലും വരുന്ന മണി ടേംസ് അല്ലെങ്കിൽ മോണിറ്ററി ഡേറ്റയെ നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. റെക്കോർഡിംഗ് ഫംഗ്ഷനിൽ നമ്മൾ ജേണൽ എന്ന ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തതുപോലെ ക്ലാസിഫൈയിങ് എന്ന ഫംഗ്ഷനിൽ നമ്മൾ ലെഡ്ജർ എന്ന ബുക്കാണ് അക്കൗണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ നേച്ചറിലുള്ള ഐറ്റംസിനെല്ലാം നമ്മൾ ഓരോ കാറ്റഗറിയെ തിരിച്ചെഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ ഇൻകവും എല്ലാം പെട്ടെന്ന് അറിയാൻ കഴിയുമെന്നതും ഈ ലെഡ്ജറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ ജേണലിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. The third function is summarizing. നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി സമ്മറൈസ് ചെയ്യുന്ന ഒരു മെയിൻ ഫംഗ്ഷനാണ് സമ്മറൈസിങ്. The next function is financial transaction or event. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ്. അതായത് ഒരു ബിസിനസ് മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ക്യാരക്ടർ ഉള്ള ഡേറ്റാസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അതായത് ഒരു മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലാതെ മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. എക്സാമ്പിൾ, നമ്മളൊരു കമ്പനിയിൽ ഒരു സ്ട്രൈക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ട്രഗിൾ നടക്കുകയാണ്. ആ ഒരു ഇവൻ്റൊന്നും നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ ആ ഒരു സ്ട്രഗിൾ കഴിഞ്ഞ് വരുന്ന ലോസോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് എക്സ്പെൻസോ എല്ലാം നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വർക്കേഴ്സിൻ്റെയോ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഓൺലി money transaction or financial transactions. The last function is analysis, interpretation and communication. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത ഡേറ്റയെ നമ്മൾ അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രിറ്റേഷൻ എന്ന സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫൈനൽ റിസൾട്ട് ലഭിക്കുന്നു. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന ഫംഗ്ഷൻ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് കമ്പനിയുടെ പ്രോപ്പറായ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ കഴിയും. അതായത് ആക്യുറേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് എന്താണെന്ന് അറിയാൻ കഴിയും. കമ്പനിയുടെ പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്ന ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത്. അതായത് പ്രോഫിറ്റ് ആണ് എങ്കിൽ ഇനിയും കൂടുതൽ എമൗണ്ടിൽ പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യാം എന്ന് കമ്പനി ആലോചിക്കുന്നു. അഥവാ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ലോസിൽ നിന്നും എങ്ങനെ പ്രോഫിറ്റ് നേടാം എന്ന സ്ട്രാറ്റജീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നതിനെ പറ്റി കമ്പനിയുടെ ബോട്ടം ലെവൽ മുതൽ ടോപ്പ് ലെവൽ വരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്.
ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സും മറ്റു സജഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്